പോപ്പുലർ തറയിൽ PRD ഫിനാൻസ് തട്ടിപ്പുകൾക്ക് പിന്നാലെയാണ് G&G കൂടി നിക്ഷേപകരെ കബളിപ്പിച്ചത്. പത്തനംതിട്ടയ്ക്ക് പുറമെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും ശാഖകളുള്ള സ്ഥാപനം മാസങ്ങളായി കാലാവധി കഴിഞ്ഞ നിക്ഷേപങ്ങൾ മടക്കിക്കൊടുത്തിരുന്നില്ല. എന്നാൽ നിക്ഷേപകർക്ക് നവംബർ മാസം വരെ പലിശ നൽകിയിരുന്നു. പരാതികൾ പുറത്തു വരാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇത്. ഏതാണ്ട് ഞങ്ങളുടെ ഒരു അറിവിൽ FIR ഇട്ടത് 1-ാം തീയതി മുതലാണ്. അതിനു മുമ്പ് മുതൽ കംപ്ലൈൻറ്റുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആളുടെ സ്വാധീനം കൊണ്ടോ അത് FIR ആകാതെ അല്ലെ പരാതി സ്വീകരിക്കാതെ പോയിട്ടുണ്ട്. ഇവർ നേരത്തെ മുതൽ പ്ലാൻഡ് ആയിരുന്നു. 15% പലിശ. 10,000 രൂപ മുതൽ 1 കോടിയിലധികം വരെ നിക്ഷേപമുള്ളവരുണ്ട്. പണം മടക്കി കിട്ടാതായതോടെ ചിലരെല്ലാം പ്രതിഷേധിച്ചു. നിക്ഷേപകരുടെ യോഗം വിളിച്ച് 100 മാസം കൊണ്ട് എല്ലാവരുടെയും പണം തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകി. ശേഷം ഉടമകൾ കൂട്ടത്തോടെ മുങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വീടും 4.5 ഏക്കർ സ്ഥലവും മറ്റൊരു ഫിനാൻസ് സ്ഥാപന ഉടമയ്ക്ക് കൈമാറിയത്. ഗോപാലകൃഷ്ണൻ നായരെ കൂടാതെ ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലക്ഷ്മി ലേഖാകുമാർ എന്നിവരും സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരാണ്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം ഇവർ 4 പേരും പ്രതികളായിട്ടുണ്ട്. സഹോദരൻ അനിൽകുമാറിന്റെ സ്ഥാപനമായ PRD ഫിനാൻസ് പൂട്ടിയതോടെ ഗോപാലകൃഷ്ണൻ സ്വന്തം സ്ഥാപനത്തിന് G&G എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. ഞാൻ അവരെയും വളർത്തി, അവരുടെ വിദ്യാഭ്യാസം നടത്തി, ഒരു കടക്കാടം മേടിച്ച് അതിനിടയ്ക്ക് 1-2 രൂപ ഉണ്ടാക്കിയാണ് ഈ 1 ലക്ഷം രൂപ മീതി ഉണ്ടാക്കി. 76 വയസ്സിനിക്കാണ്. നമുക്ക് ഇച്ചിരി പൈസ കൂടുതൽ കിട്ടുമല്ലോ, പലിശ കിട്ടുമെന്നുള്ള ആഗ്രഹത്തിന് പ്രകാരമാണ് ഇയാൾ ഇവിടെ കൊണ്ടിട്ടത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതികൾ രാജ്യം വിട്ടിട്ടില്ല എന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.